കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുവിൻ. 2016 ദൈവകാരുണ്യത്തിൻ്റെ മഹാജൂബിലി വർഷം. ദൈവകരുണ ഏറ്റുവാങ്ങാനും മറ്റുള്ളവരുടെ കരുണ കാണിക്കാനും പ്രത്യേകമായി പരിശുദ്ധ മാർപ്പാപ്പ നിയോഗിച്ച വർഷം. പരിശുദ്ധ മാർപ്പാപ്പ ഈ ജൂബിലി വർഷത്തിൽ തുറക്കപ്പെട്ട വിശുദ്ധ വാതിലുകളിലൂടെ പ്രവേശിച്ച് ദൈവകാരുണ്യം നേടാൻ നമ്മെ എല്ലാവരെയും ആഹ്വാനം ചെയ്തു. നിത്യവിധിക്ക് മുമ്പിൽ നാം ഈ ഭൂമിയിൽ ചെയ്ത കാരുണ്യ പ്രവൃത്തികളുടെ അടിസ്ഥാനത്തിലാണ് നാം വിധിക്കപ്പെടുക. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 11 മുതലുള്ള വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നു: നിങ്ങളുടെ കാരുണ്യ പ്രവൃത്തികൾക്കനുസരിച്ച് നിങ്ങളുടെ അന്ത്യവിധി ഉണ്ടായിരിക്കും. അവിടെ നമ്മുടെ മഹിമ പ്രതാപങ്ങളെക്കാൾ, നമ്മുടെ കഴിവുകളേക്കാൾ, സമ്പത്തിനേക്കാൾ സ്ഥാനമുള്ളത് നമ്മുടെ കാരുണ്യ പ്രവൃത്തികൾക്കായിരിക്കും. ഇതാ ഇങ്ങനെയൊരു സന്ദേശവുമായി നമ്മുടെ മക്കൾ സെന്റ് മാരീസ് സൺഡേ സ്കൂൾ കുട്ടികൾ നമ്മുടെ മുമ്പിലെത്തുന്നു. സ്വർഗവാതിൽ. ഈ സ്വർഗത്തിൽ നിനക്ക് പ്രവേശനമില്ല. നീ മറന്നു പോകുന്ന ജീവിതത്തിലെ ദുഷ്പ്രവൃത്തികൾ എത്രയോ ഭയങ്കരമാണ്. ഓർമ്മയുടെ പുസ്തകമില്ല, നിനക്കായി പോകും. ശരി, എന്റെ ശല്യം ചെയ്യില്ലെന്ന് നിങ്ങൾ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഓരോ കൊച്ചുങ്ങളുടെയും ഓരോ പറഞ്ഞ പ്രശ്നം പറയുന്നു. നിങ്ങൾ എത്ര പറഞ്ഞ നമ്മുടെ കാശ്മീരിന്റെ കാര്യം അതിന് നമ്മൾ അറ്റൻഡ് ചെയ്യുന്നില്ല. കഴിഞ്ഞ തവണ ഞാൻ പറഞ്ഞത് അവനോട് എന്നെ വീട്ടിൽ വന്ന് കാണുന്നില്ല. ഇല്ല, മക്കാപ്പിച്ച കാശ്മീർ ഇവിടെ വീട്ടിൽ എന്നെ കിട്ടത്തില്ല. എന്റെ ദിവസം മക്കാപ്പ് കിട്ടുമ്പോൾ വെറുതെ കിട്ടുമ്പോഴല്ല, നല്ല രണ്ടും കാശ് നടത്തിക്കാണ് ഇതൊക്കെ പേര് ബോർഡിന്റെ കൂടി എഴുതുന്നത്. ഞാനും പ്രശ്നമായില്ല. നമുക്ക് മനസ്സിലാക്കി ഇഷ്ടങ്ങളിൽ ഒരെല്ലാവരും കാശിരിക്കാനും ഒരു ഏർപ്പാട് എന്നെ കൊണ്ടുവന്നില്ല. നീ അതിനെ പ്രീതിക്കോ ഇഷ്ടപ്പെടാനും ഇല്ല, ഒരെല്ലാവരും ഇല്ല.
കണ്ടിട്ടില്ലെന്നോ? ഞാനൊരു എഞ്ചിനീയർ ആയിരുന്നു. എത്ര പള്ളികളെ ഞാൻ പണിതിട്ടുള്ളത്, എത്ര അധികം അനാഥശാലകളെ ഞാൻ പണിത് കൊടുത്തിട്ടുള്ളത്. വഴിയില്ലാത്തവർക്ക് വഴി വെട്ടിക്കൊടുത്തു. എത്ര പാലങ്ങൾ ഞാൻ പണിത് തീർത്തിട്ടുള്ളത്. എന്നിട്ടും എനിക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ ഒക്കത്തില്ലെന്നോ? അതേ മകനെ, ഈ സ്വർഗത്തിൽ നിനക്ക് പ്രവേശനമില്ല. നീ മറന്നുപോയ നിന്റെ ജീവിതത്തിലെ ദുഷ്പ്രവൃത്തികൾ എത്രയോ ഭയങ്കരമാണ്. ഓർമ്മയുടെ പുസ്തകം ഇതാ നിനക്കായി തുറക്കുന്നു. ആഹാ, അങ്ങനെ ഒരു പുസ്തകം ഉണ്ടോ? എന്നാ അതൊന്നും കണ്ടിട്ടേ ഉള്ളു കാര്യം. എടോ മിസ്റ്റർ ആന്നി, ഞാൻ നിങ്ങളോട് എത്ര വർഷം പറഞ്ഞതാ ആ ബൗണ്ടറി കൊണ്ട് വർക്ക് തീർക്കാൻ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അഗ്രിമെന്റ് പീരിയഡിൽ തീർത്തില്ലെങ്കിൽ എന്റെ വിധം മാറും. കുറഞ്ഞ തുകയുള്ള എത്ര കൊട്ടേഷനുകൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി തള്ളിക്കളഞ്ഞെന്നറിയാമോ? സർക്കാരിന് നഷ്ടമുണ്ടായാലും നമുക്ക് ലാഭം ഉണ്ടാകാനാ ഈ സബ് കോൺട്രാക്ട് ഞാൻ നിങ്ങൾക്ക് അവാർഡ് ചെയ്തത്. ബിൽ പാസ്സാവുമ്പോൾ എന്റെ ക്യാഷ് എന്റെ അക്കൗണ്ടിൽ വന്നേക്കണം. നാട്ടുകാരെ നന്നാക്കാനൊന്നുമല്ല ഈ ആൽബർട്ട് ജോസ് പണി ചെയ്യുന്നത്. വയനാട്ടിലെ എന്റെ എസ്റ്റേറ്റിന്റെ രജിസ്ട്രേഷൻ അടുത്ത ആഴ്ച. പെട്ടെന്ന് വർക്ക് കേൾക്കാം. സ്വർഗമോ? 4 സ്റ്റേറ്റിന്റെ ജനറൽ കോർഡിനേറ്റർ ആയിരുന്നു. എത്ര സ്നാനം ഞാൻ നടത്തിയിട്ടുണ്ട്. റെവറൻഡ് ഡോക്ടറേറ്റ് ഉള്ള വലിയ പാസ്റ്റർ ഞാനാണ്. എത്ര കൺവെൻഷൻ നടത്തിയിട്ടുണ്ട്. ആ ഞാൻ സ്വർഗത്തിൽ ഇല്ലെങ്കിൽ പിന്നെ ആരാ? അതേ മകനെ, ഈ സ്വർഗത്തിൽ നിനക്ക് പ്രവേശനമില്ല. നീ മറന്നുപോയി നിന്റെ ജീവിതത്തിലെ ദുഷ്പ്രവൃത്തികൾ എത്രയോ ഭയങ്കരമാണ്. ഓർമ്മയുടെ പുസ്തകം ഇതാ നിനക്കായി തുറക്കും. വിദേശ യാത്ര കഴിഞ്ഞ് വരുന്ന വളവാ. എന്തായാലും നോക്കാം. Praise the Lord. പ്രിയ